അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹം നിറഞ്ഞ വിശ്വാസി സുഹൃത്തുക്കളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധികൾ വിലക്കുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും പാലിച്ച് നന്ദിയുള്ളവരായി ജീവിക്കണമെന്ന് എല്ലാവരെയും ആദ്യമായി ഉണർത്തുകയാണ്. അള്ളാഹു അവനിഷ്ടപ്പെടുന്ന അടിമകൾ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇത്തരത്തിലുള്ള സംഗമങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന വിജ്ഞാനങ്ങൾ പരലോകത്തേക്ക് മുതൽക്കൂട്ടാവുന്ന തരത്തിൽ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ചരിത്ര പാഠത്തിൽ പ്രവാചകന്മാരെക്കുറിച്ചുള്ള പഠനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് നമുക്കറിയാവുന്ന ചരിത്രത്തിൽ നിന്നുള്ള നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പരസ്പരം ഓർമ്മിക്കാൻ ഒരവസരം ഉണ്ടാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മകനാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ആ കുടുംബ പരമ്പര വരുന്നത് പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് വാർദ്ധക്യത്തിൻ്റെ അങ്ങേ തലക്കിലെത്തിയപ്പോൾ വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടുകൾ 86 വയസ്സ് എന്നും 90 വയസ്സ് എന്നും 99 വയസ്സ് എന്നൊക്കെ ചരിത്രത്തിൽ വ്യത്യസ്തങ്ങളായി രേഖപ്പെടുത്തപ്പെട്ട് കാണുന്നു. ആ പ്രായമെത്തിയപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയും ആ പ്രാർത്ഥനയുടെ ഫലമായി അള്ളാഹു നൽകുന്ന സന്താനങ്ങളും സാറയിൽ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമും ഹാജറ ബീവിയിൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും അള്ളാഹു അദ്ദേഹത്തിന് ദാനമായി നൽകുകയാണ്. അതിൻ്റെ ഒരു കാരണമെന്നോണം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയായി സൂറത്തു സഫാത്തിൽ 100-101 വചനങ്ങളിൽ അള്ളാഹു പറയുന്നത് ഇങ്ങനെ കാണാം: റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം. അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് സദ്വൃത്തരിൽപ്പെട്ട സന്താനത്തെ അള്ളാഹുവെ നീ എനിക്ക് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ സഹനശീലനായ ഒരു ബാലനെപ്പറ്റി മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് സന്തോഷ വാർത്ത നൽകിയതായി പരിശുദ്ധ ഖുർആൻ പറയുന്നു. ആ ഗുലാമുൻ ഹലീം എന്നത് മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമാണ് എന്നാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ ജനനം ഫലസ്തീനിലാണ്, വളർന്നത് മക്കയിലാണ്. അതായത് മക്ക ഉൾക്കൊള്ളുന്ന ഹിജാസ് ആ ഭാഗത്താണ് പ്രവാചകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം വളർന്നത്. കൂട്ടിനുണ്ടായിരുന്നത് മാതാവ് ഹാജറ ബീബി മാത്രമായിരുന്നു. കാരണം അവിടെ മക്കക്കരയിൽ അരികിൽ ഹാജറ ബീബിയെയും അതേപോലെ തന്നെ മകൻ കുഞ്ഞു പൈതലിൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും വിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ചു പോകുന്നതൊക്കെ നമുക്ക് ചരിത്രത്തിൽ നിന്ന് കാണാൻ കഴിയും. വെറുതെ കുറച്ച് സൂചനകൾ മാത്രം പറഞ്ഞു പോകുന്നു എന്ന് മാത്രം. ഇനി ആ വംശപരമ്പര വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ 2 മക്കൾ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം അതേപോലെ തന്നെ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഈ 2 മക്കളുടെയും വംശപരമ്പര ചരിത്രത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിൻ്റെ വംശപരമ്പര ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിൻ്റെ മകൻ യാക്കൂബ്, ആ പ്രവാചകനാണ് ഇസ്രായേൽ എന്ന് രേഖപ്പെടുത്തുന്നത്. ആ യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ വംശപരമ്പരയിലാണ് ബനു ഇസ്രായേലുകൾ എന്ന് അറിയപ്പെടുന്നത്. വേറെയും പ്രവാചകന്മാർ അവിടെ വരുന്നു. എന്നാൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ വംശപരമ്പര അറബ് വംശമാണ്. അതിനുശേഷം പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് ആ പരമ്പരയിൽ വരുന്നത്. അപ്പം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ വംശപരമ്പരയിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. ഇനി ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ പറ്റി ഖുർആനിൽ ഏകദേശം 12ഓളം പ്രാവശ്യങ്ങളിലായി
വ്യത്യസ്തങ്ങളായ വചനങ്ങളിൽ അള്ളാഹു പരാമർശിക്കുന്നത് കാണാം. അവിടങ്ങളിലെല്ലാം വേറെ വേറെ വിശേഷണങ്ങളിലൂടെയാണ് ഓരോ പ്രവാചകന്മാരെയും ഖുർആൻ അവരുടെ ചരിത്രങ്ങൾ വിശദമായും സംക്ഷിപ്തമായും പരാമർശിക്കുമ്പോഴെല്ലാം അവരുടെ വിശേഷണങ്ങളായി വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ ഖുർആൻ പരാമർശിക്കാറുണ്ട്. മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞിടത്തും നമുക്ക് കാണാൻ കഴിയുന്നത് സൂറത്ത് അൻആമിലെ 86-ാമത്തെ വചനത്തിൽ വ ഇസ്മാഈല വൽ യസഅ വ യൂനുസ വ ലൂത്ത വകുല്ലൻ ഫദ്ദൽനാ അലൽ ആലമീൻ. അവിടെ അള്ളാഹു ലോകരിൽ ശ്രേഷ്ഠനാക്കി അല്ലേ, ഇസ്മായിലിനെയും അലിയസനെയും യൂനുസിനെയും ലൂത്തിനെയും അള്ളാഹു നേർമാർഗത്തിലാക്കി. എല്ലാവരെയും ലോകരേക്കാൾ നാം ശ്രേഷ്ഠരാക്കുകയും ചെയ്തു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. മറ്റൊരു വചനത്തിൽ സൂറത്ത് സ്വാദിലെ 88-ാമത്തെ വചനത്തിൽ കാണാം വദ്കുർ ഇസ്മാഈല വൽ യസഅ വദൽ കിഫ്ൽ വകുല്ലും മിനൽ അഖ്യാർ. അവിടെ ഇവരെല്ലാം തന്നെ ഉത്തമന്മാരിൽ പെട്ടവരാകുന്നു എന്ന് ഖുർആൻ വിശേഷിപ്പിക്കുന്നു. അതേപോലെ തന്നെ സൂറത്തു അംബിയ 21-ാം അധ്യായം സൂറത്തു അംബിയയിലെ 85-86 വചനങ്ങളിൽ അള്ളാഹു വിശേഷിപ്പിച്ചിട്ടുള്ളത് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെയും ഇദ്രീസ് നബി അലൈഹി സ്വലാമിനെയും ദുൽകുഫിൽ എന്നെയെല്ലാം പരാമർശിച്ചതിന് ശേഷം കുല്ലും മിനസ്സാബിരീൻ, ഇവരെല്ലാം ക്ഷമാശീലരിൽപ്പെട്ട ആളുകളാകുന്നു എന്ന് പറഞ്ഞത് കാണാം. അതേപോലെ തന്നെ സൂറത്ത് മറിയം 54-55 വചനങ്ങളിൽ അള്ളാഹു പറയുന്നു വദ്കുർ ഫിൽ കിതാബി ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ പറ്റി വേദഗ്രന്ഥത്തിൽ പരാമർശിച്ചത് നീ ഓർക്കുക, വേദഗ്രന്ഥത്തിൽ ഇസ്മായിലിനെ കുറിച്ചും പ്രസ്താവിക്കുക. നിശ്ചയമായും അദ്ദേഹം വാഗ്ദാനത്തിൽ സത്യം പാലിക്കുന്നവനായിരുന്നു. ഒരു റസൂലും നബിയും, അതായത് റസൂലും നബിയുമായിരുന്നു, ദൂതനും പ്രവാചകനുമായിരുന്നു ഇസ്മായിൽ നബി അലൈഹിസ്സലാം. അദ്ദേഹം തൻ്റെ ആൾക്കാരോട് നമസ്കാരത്തിനും സക്കാത്തിനും ആജ്ഞാപിക്കാറുണ്ടായിരുന്നു. തൻ്റെ രക്ഷിതാവിൻ്റെ അടുക്കൽ അദ്ദേഹം സുസമ്മതനായിരുന്നു. വക്കാന ഇൻദ റബ്ബിഹി മർദിയ്യ, അവിടെ തൻ്റെ കുടുംബത്തോട് തൻ്റെ ജീവിതത്തിൽ സ്വയം പാലിക്കുന്നതോടൊപ്പം തന്നെ തൻ്റെ കുടുംബത്തോട് ആരാധനകളിൽ അതിശ്രേഷ്ഠമായ കർമ്മങ്ങളെ ഉപദേശിക്കുകയും അതിൻ്റെ ഗൗരവം അറിയിക്കുകയും അതിനു വേണ്ടി കൽപ്പിക്കുകയുമെല്ലാം ചെയ്യാറുണ്ടായിരുന്ന പ്രവാചകൻ എന്നൊരു വിശേഷണം കൂടി ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറയുന്നത്, അതായത് പ്രബോധനത്തിൻ്റെയും സ്വയം പാലിക്കുന്നതോടൊപ്പം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കേണ്ടുന്നതിൻ്റെ അനിവാര്യതയെല്ലാം ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറയുന്നതായി കാണാം. ഇനി അംബിയ ഉൽ അറബ്, അറബികളിൽ വന്ന പ്രവാചകന്മാർ, അതിൽ ഹൂദ് നബി അലൈഹിസ്സലാം, സ്വാലിഹ് നബി അലൈഹിസ്സലാം, അവിടെ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അബുൽ അറബ് എന്നാണ്, അറബികളുടെ പിതാവ് എന്ന ഒരു നാമഗണത്തിൽ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ചരിത്രകാരന്മാർ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ പറ്റി പരാമർശിച്ചപ്പോൾ അബുൽ അറബ് എന്ന്. അതേപോലെ തന്നെ അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ, അതൊക്കെ നമ്മൾ പലപ്പോഴായി ചെറുപ്പത്തിൽ മദ്രസകൾ മുതൽ ഇവിടെ നിന്നിങ്ങോട്ട് പല ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കേട്ടതാണ്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ് മാ ഉസംസം. അപ്പോൾ നമുക്കറിയാം ഹാജറ ബീവിയെയും അതേപോലെ തന്നെ മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെയും പ്രവാചകൻ ഇബ്രാഹിം നബി പിതാവ് കഅബക്കരികിൽ അവിടെ ആരുമില്ലാത്ത ഒരു സ്ഥലത്ത്, ജനവാസ്യ യോഗ്യമല്ലാതിരുന്ന ഒരു സ്ഥലത്ത് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ഇട്ട് പോവുകയാണ്. അവിടെ ഒരു തോൾ സഞ്ചിയിൽ ഒരൽപ്പം വെള്ളം അല്ലേ, അതേപോലെ തന്നെ 1-2 ദിവസം മാത്രം ഭക്ഷിക്കാവുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും കയ്യിൽ വെച്ചുകൊണ്ടാണ് ഇബ്രാഹിം നബി ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെയും ഭാര്യ ഹാജറ ബീവിയെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടെ വിട്ടുപോകുന്നത്. അവിടെ ഒന്നും ഉരിയാടാതെ തിരിഞ്ഞു നടക്കുന്ന തൻ്റെ ഭർത്താവിനോട് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, ഞങ്ങളെ ഇവിടെ ഒറ്റക്കിട്ട് പോവുകയാണോ? ഒന്നും തിരിച്ചൊന്നും മറുപടി പറയാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിഞ്ഞു പോകുന്നത് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നു. അവിടെ നിന്ന് അവസാനം മഹദിയായ ഹജറ ബീബി ചോദിക്കുന്നുണ്ട്, അങ്ങ് ഞങ്ങളെ ഈ മരുദേശത്ത് വിട്ടേച്ചു പോകുന്നത് ആകാശഭൂമികളുടെ രക്ഷിതാവിൻ്റെ കൽപ്പന പ്രകാരമാണോ?
അദ്ദേഹം അതേ എന്ന് മാത്രം മറുപടി പറഞ്ഞു. എന്നിട്ടൊരൽപ്പം മാറി ആരും തന്നെ ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് മാറി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് വളരെ വളരെ ഹൃദയം നിറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ഇബ്രാഹിമിൽ അള്ളാഹു പറയുന്നത് കാണാം. സൂറത്തു സാഫാത്തിൽ 37-ാം അധ്യായം 14-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത് കാണാം. ഞങ്ങളുടെ രക്ഷിതാവേ, അല്ലേ, നമുക്ക് റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈറ ദീ സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം എന്ന് പറഞ്ഞ ആ ആയത്തിൽ ഞങ്ങളുടെ രക്ഷിതാവേ, എൻ്റെ സന്തതികളിൽ നിന്ന് ചിലരെ കൃഷിയൊന്നുമില്ലാത്ത ഒരു തായ്വരയിൽ നിന്റെ പവിത്രമായ ഭവനത്തിൻ്റെ കഅബയുടെ അടുത്ത് ഞാനിതാ താമസിപ്പിക്കുന്നു. ഞങ്ങളുടെ രക്ഷിതാവേ, അവർ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അതിനാൽ മനുഷ്യരിൽ ചിലരുടെ മനസ്സുകൾ നീ അവരോട് ചായ്വുള്ളതാക്കുകയും അവർക്ക് കായ്കനികളിൽ നിന്ന് ഉപജീവനം നൽകുകയും ചെയ്യണമേ. അവർ നന്ദി കാണിച്ചെന്ന് വരാം. അപ്പോൾ ഈ പ്രാർത്ഥന വളരെ വിശദമായി ഖുർആൻ പണ്ഡിതന്മാരും അതേപോലെ തന്നെ ഖുർആൻ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാം. വളരെ ഒരു കുടുംബജീവിതത്തിൽ കുടുംബനാഥൻ തൻ്റെ ഇണയോടും സന്താനങ്ങളോടും അതിപ്രധാനമായി കാണിക്കേണ്ടുന്ന വൈകാരികത ഏതൊരു വിഷയത്തിലാകണം എന്നതിൻ്റെ വളരെ വലിയൊരു സൂചന ഉണ്ട്. അവിടെ ആദ്യമായി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥന, തൻ്റെ മക്കളെ ഞാൻ ഭാര്യയെ മകനെ ഇവിടെ വിട്ടേച്ചു പോകുമ്പോൾ ലക്ഷ്യമെന്താണ്, അവർക്ക് എങ്ങനെ വളരണം എന്നതിനെക്കുറിച്ച് ആരെങ്കിലൊക്കെ ദുനിയാവിൽ വലിയത് കിട്ടല്ലേ അല്ലെങ്കിൽ ജീവിക്കാനുള്ള മാർഗങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു പ്രാർത്ഥനയായിരുന്നില്ല. മറിച്ച് പരലോകത്തെ കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ്, ഏറ്റവും വലിയ ചിന്തകൾ പരലോകത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ടാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥന അവിടെ കാണാൻ കഴിയുന്നത്. ആ പ്രാർത്ഥന അപ്പടി തന്നെ അള്ളാഹു സ്വീകരിക്കുകയും അതിൻ്റെ അനന്തരഫലം ഇന്നുപോലും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്ന് കാണാം. അതേപോലെ തന്നെ അവിടെ നിന്നാണ് നമുക്ക് കാണാം മാഉ സംസം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇസ്മായിലിന്റെ മാതാവിനെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ, അവർ സംസം വെറുതെ വിടുകയും കോരിയെടുക്കാതിരിക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ സംസം ഒരു സമൃദ്ധമായ അരുവിയായി ഒഴുകുമായിരുന്നു. അവർ അതിൽ നിന്ന് കുടിച്ചും മുലയൂട്ടിയും കഴിഞ്ഞു. മലക്ക് അവരോട് പറഞ്ഞു, ഈ കുട്ടിയും അവൻ്റെ പിതാവും ചേർന്ന് ഇവിടെ ഒരു ഭവനം പണിയുന്നതാണ്, അതിൻ്റെ സേവകരെ അള്ളാഹു കൈവെടിയുകയില്ല. ഇതൊക്കെ വളരെ വിശദമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. ഇവിടെ നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളത് ഇസ്മായിൽ നബി അലൈഹി സ്വലാം കാലിട്ടടിച്ചപ്പോൾ അവിടെ സംസം വന്നു എന്നൊക്കെയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ കാണുന്നത് മലക്ക് തൻ്റെ ചിറകുകൊണ്ടോ കാലുകൊണ്ടോ അടിച്ച ആ സ്ഥലമാണ് സംസം പൊട്ടി ഒഴുകിയത് എന്നാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി രണ്ടാമതായിട്ട് അതൊക്കെ അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. മറ്റൊരു പ്രധാന സംഭവമാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭാഗം. അതിൽ ഒന്നാമത് വിവാഹം തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ഇബ്രാഹിം നബി ഹാജറ ബീവിയും അതേപോലെ തന്നെ മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമും അവിടെ താമസിക്കുമ്പോൾ അവിടെ സംസം ഉണ്ടാകുന്നു, വെള്ളമുള്ളിടത്ത് പക്ഷികൾ വരുന്നു, പക്ഷികളുടെ പറക്കലിനെ നോക്കിക്കൊണ്ട് യാത്രക്കാരായ ആളുകൾ ആൾതാമസമുള്ള ഏരിയകൾ മനസ്സിലാക്കുന്നു. ഇതൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കഅബക്ക് ചുറ്റും പക്ഷികൾ വട്ടമിട്ട് പറക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ദിശ നോക്കി കടന്നു വന്ന സഞ്ചാരികൾ ജുർഹും ഗോത്രക്കാർ അവർ അവിടേക്ക് വരികയും അവിടെ താമസിക്കാൻ അനുവാദം ചോദിക്കുകയും അവിടെ താമസിക്കാൻ ഹാജറ ബീവി അനുവാദം കൊടുക്കുകയും എന്നാൽ ഈ വെള്ളത്തിൽ അധികാരം ഉണ്ടാവുകയില്ല എന്നവരോട് പറയുകയും അതവർ അംഗീകരിക്കുകയൊക്കെ ചെയ്തതായി ചരിത്രത്തിൽ കാണാം. അങ്ങനെ അവർ പിന്നെന്ത് ചെയ്തു, ജുർഹും ഗോത്രക്കാർ അവരുടെ കുടുംബക്കാരെ കൂടി അവിടേക്ക് കൊണ്ടുവരികയും അങ്ങനെ ഒരു സന്താന പരമ്പരകൾ, ഒരു സമൂഹം അവിടെ രൂപപ്പെടുകയും ചെയ്തു. അവരിൽ നിന്നുള്ള ഒരു സ്ത്രീയെ, ഒരു യുവതിയെ ഇസ്മായിൽ നബി അലൈഹിസ്സലാം വിവാഹം കഴിക്കുന്നു. അങ്ങനെ ഇസ്മായിൽ നബി അലൈഹിസ്സലാം വിവാഹം കഴിച്ച് അങ്ങനെ കുടുംബജീവിതം നയിച്ചു കൊണ്ടിരിക്കുകയാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിതാവ് അവിടേക്ക് കടന്നു വരുന്നത് നമുക്ക് കാണാം.
അദ്ദേഹത്തെ സന്ദർശിക്കാൻ വരുന്നു, വീട്ടിൽ ചെല്ലുന്നു, ഭാര്യയുമായി സംസാരിക്കുന്നു, ആരാണെന്ന് അറിയുന്നില്ല. പിന്നെ മകൻ എവിടെ പോയിരുന്നു, ഭർത്താവിനെ കുറിച്ച് അന്വേഷിക്കുന്നു. അവർ പറയുന്നു ഭക്ഷണം തേടി പോവുകയാണ്. ജീവിതത്തിൻ്റെ അവസ്ഥകൾ എന്താണെന്ന് ചോദിക്കുന്നു. അവർ പറയുന്നു വളരെ കഷ്ടമാണ്, ഞങ്ങളുടെ ജീവിതം വളരെ ദുർഘടമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്, ജീവിതത്തിൻ്റെ സമാധാനവും ഇല്ല എന്നൊക്കെ പരാതികളും പരിഭവങ്ങളും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് പറയുന്നു. അങ്ങനെ അദ്ദേഹം പറയുന്നു, ഭർത്താവ് വരുമ്പോൾ നാൾ വന്നു എന്നറിയിക്കുകയും വാതിൽപ്പടി മാറ്റിവെക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുക. അങ്ങനെ ഇതേപോലെ തന്നെ ഇസ്മായിൽ നബി അലൈഹി സ്വലാം തിരിച്ചു വന്നപ്പോൾ ഒരു അപരിചിതൻ്റെ സാന്നിധ്യം അവിടെ മനസ്സിലാക്കിയ ഇസ്മായിൽ നബി അലൈഹി സ്വലാം അവരോട് ചോദിക്കുന്നു, ആരാണ് വന്നിരുന്നത്? അപ്പോൾ ഒരു ഏകദേശ രൂപം പറഞ്ഞു കൊടുത്തു, ഇന്ന ആളാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹം നിന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഇതേപോലൊക്കെ പറഞ്ഞു. അവസാനം എന്നോട് പറഞ്ഞു, നിങ്ങളോട് പറയാൻ വാതിൽപ്പടി മാറ്റിവെക്കാൻ നിങ്ങളോട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇത് നിന്നെ എൻ്റെ ജീവിതത്തിൽ നിന്ന് തലാഖ് ചെല്ലാനുള്ള ഉപദേശമാണ്. അങ്ങനെ അവർ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ കൽപ്പന പോലെ തന്നെ ഇസ്മായിൽ നബി അലൈഹി സ്വലാം അവരെ വിവാഹമോചനം നടത്തുകയും അവരുടെ കുടുംബത്തിലേക്ക് പറഞ്ഞു വിടുകയും പിന്നീട് ആ ജുർഹും ഗോത്രത്തിൽ നിന്ന് തന്നെ മറ്റൊരു വിവാഹം ഇസ്മായിൽ നബി അലൈഹി സ്വലാം കഴിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ വീണ്ടും ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവരിലേക്ക് മറ്റൊരു സമയത്ത് കടന്നു വരികയും ഇതേപോലെ കാര്യങ്ങൾ അന്വേഷിക്കുകയും അവർ പറഞ്ഞു, അൽഹംദുലില്ലാ, വളരെ സമാധാനപൂർണമായ ജീവിതമാണ്, ഞങ്ങൾക്ക് ഭക്ഷണം തേടിപ്പോയതാണ് എൻ്റെ ഭർത്താവ്. അങ്ങനെ ആ സന്തോഷകരമായ ആസ്വാദനങ്ങളിൽ ആനന്ദം കണ്ടെത്തിയ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ ഭാര്യയെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഇഷ്ടമാവുകയും ഭർത്താവ് വരുമ്പോൾ എൻ്റെ സലാം അറിയിക്കുകയും ചെയ്യുക, വാതിൽപ്പടി അത് ഉറപ്പിച്ചു നിർത്താൻ ഞാൻ ഉപദേശിച്ചിട്ടുണ്ട് ഇത് പറയുകയും ചെയ്യുക. അങ്ങനെ ഇതിൻ്റെ കാര്യം എന്താണ് എന്ന് ഇസ്മായിൽ നബി അലൈഹി സ്വലാം തിരിച്ചു വന്നപ്പോൾ ഭാര്യ പറഞ്ഞു കൊടുക്കുമ്പോൾ, എൻ്റെ പിതാവാണ് വന്നിട്ടുള്ളത് എന്നും നിന്നെ എൻ്റെ കൂടെ ഉറപ്പിച്ചു നിർത്താനുള്ള ഉപദേശമാണ്, നീ പറഞ്ഞതിൽ നിന്നൊക്കെ സന്തോഷമായിട്ട് ഉള്ള ഒരു അവസ്ഥയായിരുന്നു പിതാവിനുണ്ടായിരുന്നത്. അവിടെ അവർ ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ ഭക്ഷണം? അപ്പം വെള്ളവും മാംസവുമാണ് എന്നവർ പറയുന്നുണ്ട്. അപ്പം ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയെ, അല്ലാഹുമ്മ ബാരിക് ലഹും ഫിൽ ലഹ്മി വൽ മാ, അല്ലാഹുവേ അവർക്ക് ലഹ്മിലും മാംസത്തിലും വെള്ളത്തിലും നീ അനുഗ്രഹം ചൊരിയണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചതായി ചരിത്രത്തിൽ നമുക്ക് കാണാം. അതേപോലെ തന്നെ മറ്റൊരു പ്രധാന സംഭവമാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാം വളർന്നു വരുമ്പോൾ, അത് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ പ്രായത്തിലുള്ള ഒരു ചെറിയ പ്രായത്തിയപ്പോഴാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ ബലിയെറുക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടായത് എന്നൊന്നും കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. അത് കുറച്ചുകൂടിയും വലിയ ആളായതിന് ശേഷമാണ് എന്നും, അതല്ല ചെറിയ ആളായ സമയത്താണ് എന്നും, നടക്കാനൊക്കെ പ്രായമായപ്പോൾ ഉള്ള ഒരു ഏജിലാണ് എന്നൊക്കെ ചരിത്രത്തിൽ വ്യത്യസ്തങ്ങളായി കാണുന്നു. ഇത് വിശദീകരിച്ചുകൊണ്ട് സൂറത്തു സാഫാത്തിലെ 100 മുതൽ 111 വരെയുള്ള വചനങ്ങളിൽ വ്യക്തമായി വിശദമായി പരിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം. ആ ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം, ഞാൻ വിശദീകരിക്കുന്നില്ല. അതിൻ്റെ ട്രാൻസ്ലേഷനാണ്, ഖുർആൻ ആയത്തിൻ്റെ ട്രാൻസ്ലേഷനാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അത് നമുക്കറിയാം. അതിൻ്റെ ഓർമ്മയെന്നോണമാണ് അള്ളാഹു ഇസ്ലാമിൻ്റെ ഈദുൽ അദ്ഹയിൽ വിശ്വാസികളോട് ബലിയർപ്പിക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിക്കുന്നത് ഒക്കെ നമുക്ക് ഇതിൻ്റെ ഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കഅബ പുനർനിർമ്മാണം. അവിടെയുള്ള ഭവനം പണ്ട് കാലത്ത് നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തും അല്ലാത്ത സമയത്തൊക്കെ ഉണ്ടായിരുന്ന വെള്ളപ്പൊക്കം മൂലം മറ്റല്ലാതെയൊക്കെ അവിടെ ഉണ്ടായിരുന്ന ആദ്യ ഭവനമായ കഅബക്ക് കേടുപാടുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുനർനിർമ്മാണം അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ഇബ്രാഹിം നബി അലൈഹി സ്വലാം വീണ്ടും അവിടേക്ക് കടന്നു വരികയും മകനോടൊപ്പം ഒരു സഹായമെന്നോണം, അള്ളാഹുവിൻ്റെ കൽപ്പനക്കുള്ള സഹായമെന്നോണം മകനോട് കഅബ പുനർനിർമ്മാണത്തിൽ പങ്കാളിയാവാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുകയും അങ്ങനെ മകനും പിതാവും കൂടി ആ കഅബാലയം കല്ലുകൾ അടുക്കി വെച്ച് ആ കഅബാലയം ഉണ്ടാക്കുന്നു. അങ്ങനെ തങ്ങളുടെ കൈകൊണ്ട് ഏറ്റിവെക്കാൻ കഴിയുന്നതിലപ്പുറം അത് ഉയർന്നപ്പോൾ ഇസ്മായിൽ നബി അലൈഹി സ്വലാം ഒരു കല്ല് കൊണ്ടുവന്ന് ആ കല്ലിൻ്റെ മുകളിൽ കയറി തൻ്റെ പിതാവിന് കല്ല് ഏറ്റിക്കൊടുക്കുന്ന ഒരു സംഭവം, അതാണ് മഖാമു ഇബ്രാഹിം. അങ്ങനെ ആ കല്ലിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ടാണ് ബാക്കിയുള്ള ഭാഗങ്ങൾ
പടുത്തുയർത്തിയത്. അതാണ് മക്കാമു ഇബ്രാഹിമിൻ്റെ ചരിത്രം എന്നൊക്കെ നമുക്ക് കാണാം. അങ്ങനെ ഈ ഭവനം നിർമ്മിച്ച് കഴിഞ്ഞതിന് ശേഷം അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന പരിശുദ്ധ ഖുർആനിലും അതേപോലെ തന്നെ ഈ സംഭവം വിശദീകരിച്ച ബുഖാരിയിലെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയം പറഞ്ഞു തന്നുകൊണ്ട് അവസാനമായി അവർ രണ്ടുപേരും ആ രണ്ട് പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയായി പരിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നത് ഇങ്ങനെയാണ്. പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്ത് ബഖറയിലെ 127-ാമത്തെ വചനത്തിൽ വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലേ, ഇപ്പോൾ ഏതൊരു ആരാധന നിർവഹിച്ചു കഴിഞ്ഞാലും അല്ലാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് കഅബാലയം പുനർനിർമ്മാണം നടത്തിയത്. ആ കഅബാലയം പുനർനിർമ്മാണം നടത്തിയതിന് ശേഷം മഹാന്മാരായ പ്രവാചകന്മാർ രണ്ടുപേരും ആ കൽപ്പന നിർവഹിച്ച് അങ്ങനെ തന്നെ തിരിച്ചുപോരല്ല ചെയ്തത്. അള്ളാഹുവിനോട് ആ കർമ്മം പൂർണ്ണമായി സ്വീകരിക്കുവാനുള്ള പ്രാർത്ഥന കൂടി നിർവഹിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതൊരുപാടാണ്. ഏതൊരു സൽക്കർമ്മം, ചെറുതോ വലുതോ ആയ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് ബോധപൂർവമാവുക എന്നതും സൽക്കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്വീകാര്യതയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നതുമുള്ള ഒരു ഗുണപാഠം ഇതിൽ നമുക്ക് ലഭിക്കുന്നത് കാണാം. ഇനി പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തൻ്റെ മകനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന് പ്രവാചകത്വം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ അത് ഏത് സമയത്താണ് ലഭിച്ചത് അങ്ങനെയൊന്നും കൃത്യമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹം റസൂലും നബിയുമായിരുന്നു എന്ന് സൂറത്ത് മറിയമിലെ 54-55 വചനങ്ങളിൽ നമുക്ക് കാണാം. ഇനി ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമും അതേപോലെ തന്നെ ഇസ്മായിൽ നബി അലൈഹി സ്വലാമും ഇസ്മായിൽ നബി അലൈഹി സ്വലാമിലൂടെ അറബ് ജനതക്ക് പഠിപ്പിച്ചു കൊടുത്ത ഏകദൈവ ആരാധനയിൽ നിന്നും വ്യതിചലിച്ചു പോയ ഒരു ചരിത്ര സംഭവം അത് വളരെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പം ഖുറൈശികൾക്ക് ആ ചരിത്രം മക്കയുടെ ഹറമിൻ്റെ ഒക്കെ ഹിജാസിൻ്റെ ഒക്കെ ആ നേതൃത്വം അവരുടെ കൈകളിലേക്ക് വരുന്നതിന് മുമ്പേ ഉള്ള ഒരു ചരിത്രം എന്ന് പറഞ്ഞ ഹിജാസ്, മക്കയും മദീനയൊക്കെ ഉൾക്കൊള്ളുന്ന ആ മൊത്തത്തിലുള്ള സ്ഥലത്തിൻ്റെ ആധിപത്യം ഖുസാ ഗോത്രത്തിനായിരുന്നു. ആ ഗോത്രത്തിൻ്റെ തലവനായിരുന്നു അംറു ബിനു ലുഐ അൽ ഖുസാഇ. അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. ചരിത്രത്തിൽ കാണുന്നത് വളരെ നല്ല ആത്മീയതയിൽ അടിയൂന്നിയ സൽസ്വഭാവിയും ആളുകളുടെ ഹൃദയത്തിൽ സ്ഥാനമൊക്കെയുള്ള വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തെ അനുസരിക്കുകയും അദ്ദേഹത്തെ ആദരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ മക്കയുടെയും കഅബയുടെയും ഒക്കെ ആധിപത്യം, അധികാരം അവരുടെ കരങ്ങളിലാവുകയും അതിൻ്റെ നേതൃസ്ഥാനത്തിൽ ഈ അംറു ബിനു ലുഐ അൽ ഖുസാഇ വരികയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ഒരിക്കൽ ഷാമിലേക്ക് യാത്ര പോകുന്നുണ്ട്. ഷാം എന്ന് പറഞ്ഞ പ്രവാചകന്മാരുടെ നാടാണ്. ആ ഷാമിലേക്ക് അദ്ദേഹം പോയപ്പോൾ അവിടെ കാണുന്നത് കുറേ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഒരു ജനതയാണ്. അല്ലേ, വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ തങ്ങളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും സന്തോഷങ്ങളും സന്താപങ്ങളൊക്കെ പങ്കുവെക്കുന്ന ഒരു സമൂഹം. അദ്ദേഹത്തിന് ഇത് നല്ലതായിട്ട് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ തോന്നി അദ്ദേഹത്തിന്. അപ്പോൾ ഇത് കൊള്ളാമല്ലോ, ഒരു മുമ്പിൽ ഒരു പ്രതിഷ്ഠയെ വെച്ചുകൊണ്ട് ആരാധന നിർവഹിക്കുക എന്നത് നല്ലൊരു കാര്യമായിട്ട് അദ്ദേഹത്തിന് തോന്നുകയും ഇത് നമ്മുടെ നാട്ടിലും അപ്ലൈ ചെയ്താൽ ഉഷാറാവും എന്ന് തോന്നുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ഒരു വിഗ്രഹം ഹെബിൽ എന്ന് പറഞ്ഞ ഒരു വിഗ്രഹത്തിന് പേരാണ്. ആ ഹെബിലിനെയും കൊണ്ട് അദ്ദേഹം മക്കയിലേക്ക് വരികയാണ്. മക്കയിൽ വന്നിട്ട് അത് കഅബാലയത്തിൽ അവിടെ സ്ഥാപിച്ചു. അല്ലേ, നമുക്കറിയാം പിന്നീട് ഒരുപാട് വിഗ്രഹങ്ങൾ, ആ വിഗ്രഹങ്ങളുടെ ആധിക്യത്തിന്റെ ചരിത്രം നമുക്കറിയാം. അവസാനം ഓരോരുത്തർക്കും ഓരോ വിഗ്രഹങ്ങൾ, അല്ലേ, ഒരു നാട്ടിലൊന്ന്, കഅബാലയത്തിലൊന്ന്, കുറച്ച് കഴിഞ്ഞപ്പോൾ ഗോത്രത്തിനൊന്നായി, ഗോത്രത്തിലുള്ള ഓരോ ആളുകൾക്ക് ഓരോന്നായി, അതിൻ്റെ ഗോത്രത്തിൽ ഉണ്ടാകുന്ന ഓരോ വേറെ പാട്ടുകൾക്കും ദൈവങ്ങളായി, അങ്ങനെ നാടുനീള ദൈവങ്ങൾ, അല്ലേ, കാണുന്നതും കേൾക്കുന്നതും എല്ലാം ദൈവങ്ങളായി, പ്രതിഷ്ഠകളായി, വിഗ്രഹങ്ങളായി, അതിന് ആരാധനകളായി നടന്നിരുന്ന ഒരു അറബ് സമൂഹം അവിടെ രൂപപ്പെട്ടു. അല്ലേ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. എന്താണ്? ഞാൻ നരകത്തെ കാണുകയുണ്ടായി, അപ്പോൾ അതിൽ ചിലരെ പൊതിയുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ അംറിനെയും, അതായത് ഈ പറഞ്ഞ അംറിനെയും ഞാൻ അവിടെ കാണുകയുണ്ടായി. അവൻ്റെ കുടൽമാലകൾ പുറത്തേക്കിട്ട് അതുമായി വട്ടം കറങ്ങുകയാണ്. ആദ്യമായി മൃഗങ്ങളെ, അല്ലാഹു അല്ലാത്തവർക്ക്
ബലിയായി അയച്ചു വിട്ടതും അവനാണ് അല്ലേ. ഇപ്പോൾ നമ്മുടെ നാട്ടിലും ചിലപ്പം കാണാൻ പറ്റുന്നതാണ് അല്ലേ, ഓരോ മക്കാമുകളുടെ പേരിൽ പിന്നെ ആടുകൾ കോഴികളൊക്കെ നേർച്ചയാക്കിയിട്ട്, പണ്ടൊക്കെ നമ്മുടെ നാടുകളിലൂടെ ഇങ്ങനെ ഒരു കഴുത്തിലും മണിയും കെട്ടിയിട്ട് കുറച്ച് ആടുകളൊക്കെ ഇങ്ങനെ നടക്കും. നേർച്ചാടാണ്. നേർച്ചാട് എന്തിനാണ്? അത് ഇന്ന ഷെയ്ഖിന്റെ ജാറത്തുനിന്ന് നേർച്ചയാക്കി വിട്ടതാണ്. അതിന്റെ കഴുത്തിൽ ഒരു സഞ്ചി ഉണ്ടാവും ചിലപ്പോൾ. അതിങ്ങനെ തെണ്ടി നടക്കുമ്പോൾ ആളുകൾ ഭക്ഷണം കൊടുക്കും, അതിൽ പൈസ ഇടും, അത് ചെലോലെടുക്കും, അങ്ങനെയൊക്കെ പോലെ അള്ളാഹു അല്ലാത്തവർക്ക് നാൽക്കാലികളെ നേർച്ചയാക്കിയിട്ട് അത് പല പേരുകളിലായി ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ അത് പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ തുടക്കം കുറിച്ചത് ഇദ്ദേഹമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും അദ്ദേഹത്തെ നരകത്തിൽ അദ്ദേഹത്തിനുണ്ടാകുന്ന ശിക്ഷയെ പ്രത്യേകമായി എടുത്തു പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവിടങ്ങളിലാണ് അല്ലേ ഒട്ടനവധി 300 ചില്ലാണം പ്രതിമകൾ, വിഗ്രഹങ്ങൾ, പ്രവാചകൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെതടക്കം അല്ലെ ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് ലോകത്തോട് പറയാൻ വേണ്ടി വന്നിട്ടുള്ള പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ വിഗ്രഹങ്ങൾ വെച്ച് ആരാധിക്കുന്ന ഒരു സമൂഹത്തിലേക്കാണ് അവസാനത്തെ വെള്ളി നക്ഷത്രമായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരികയും ആ കഅബാലയത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹപ്രകാരം, അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം തൗഫീഖോടുകൂടി അതിനെയെല്ലാം മാറ്റി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ആ മണ്ണിൽ വീണ്ടും നാട്ടുകയും ചെയ്തത്. ഇതാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാമുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു അല്പ ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ചരിത്രം കൂടുതൽ പഠിക്കാൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.